ബയാനുവൽ കോൺഫറൻസ് വക്കുവിൽ വെച്ച് നടക്കുന്നതിന് മുമ്പായി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുകയും ഇങ്ങനെ ഒരു ഓഫീസ് ഇവിടെ നമുക്ക് ലഭിക്കുകയും ചെയ്തത് വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കാണുകയാണ്. ഇന്ന് വളരെയധികം പ്രതീക്ഷകളോടുകൂടിയാണ് ഈ ദീപം ഇന്ന് കൊളുത്തിയിരിക്കുന്നത്. പഴയതിൽ നിന്നും വളരെ ശക്തമായ രീതിയിൽ പൂർവാധികം ശക്തിയോടുകൂടി വേൾഡ് മലയാളി കൗൺസിൽ എന്ന സംഘടന ഇനിയും പ്രവർത്തനം തുടരും. നമുക്ക് ഒരുമിച്ച് ഈ ഓഫീസ് സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. റീജിയണൽ ആയിട്ടുള്ള ആളുകളെയും ഗ്ലോബൽ ആയിട്ടുള്ള ആളുകളെയും പ്രോവിൻസിലെ ആളുകളെയും ചാർട്ടറിലെ ആളുകളെയും ബന്ധപ്പെടാനുള്ള സംവിധാനമുണ്ട്. നമുക്ക് യൂട്യൂബ് നേരത്തെ ഉണ്ടായിരുന്നതാണ്, അതൊന്നുകൂടെ റിവൈവ് ചെയ്തു. അതുപോലെ തന്നെ നമ്മളുടെ ഫേസ്ബുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്, അത് വീണ്ടും ആക്റ്റീവാക്കി. അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് ആക്റ്റീവാക്കി. പ്രവർത്തനങ്ങൾ വളരെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പുതിയ ചാപ്റ്ററുകൾ തുടങ്ങുന്നു, പുതിയ പ്രോവിൻസുകൾ വരുന്നു. അങ്ങനെ നമ്മൾ ബൈനൽ കോൺഫറൻസ് അസർബൈജാനിൽ ബാക്കൂരിൽ വെച്ച് നമ്മുടെ ബൈനൽ കോൺഫറൻസ് കൂടി ഈ മാസം 27 മുതൽ 27, 28, 29, 30 തീയതികൾ നടക്കുകയാണ്. ഗ്ലോബൽ മലയാളി കൗൺസിലിൽ തിരുവനന്തപുരത്ത് ഒരു ഓഫീസ് തുടങ്ങി എന്ന് പറയുന്നത് വളരെ സന്തോഷം. ഞാൻ ഇതിലേക്ക് വന്നിട്ട് ഗ്ലോബൽ മലയാളി കൗൺസിൽ അംഗത്വം എടുത്ത് വന്നിട്ട് 2 മാസമായുള്ളൂ. അതിനുള്ളിൽ തന്നെ എന്നെ ഇന്ത്യ റീജിയൻ ചെയർമാനായിട്ട് 1 മാസം മുമ്പ് എലക്ട് ചെയ്തിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്ന ഗ്ലോബൽ ഓഫീസുമായി. അപ്പോൾ ബാക്കുവിൽ വെച്ച് നമ്മൾ അടുത്ത 2 വർഷത്തെ പ്രവർത്തനം വളരെ ശക്തമായിട്ട് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഈ സന്തോഷത്തിൻ്റെ അവസരമാണെങ്കിലും എന്നെ കേൾക്കുന്ന ഗ്ലോബൽ മലയാളി കൗൺസിലിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള തങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും നല്ലവണ്ണം പ്ലാൻ ചെയ്ത് ബാക്കുവിലെ കോൺഫറൻസിൽ വെച്ച് നമ്മുടെ 2 വർഷത്തെ ശക്തമായ ഒരു ആക്ഷൻ പ്ലാൻ, പ്രവർത്തനങ്ങളുടെ ഒരു നല്ല ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. നമുക്ക് മലയാളികൾ, നമ്മുടെ ഇവിടെ ഗൾഫിൽ നിന്ന് വരുന്ന മലയാളികളായാലും ഇവിടെ ഉള്ള മലയാളികളായാലും ഒക്കെ അവർക്ക് ബന്ധപ്പെടാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. ഇവിടെ പകൽ വർക്കിംഗ് അവേഴ്സിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഇവിടെയുണ്ട്. നമുക്ക് എപ്പോഴും സജീവമായി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. വേൾഡ് മലയാളി കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പല പ്രതിസന്ധി ഘട്ടങ്ങളും കടന്നാണ് ഈ 30 വർഷം കടന്നു വന്നത്. ഇപ്പോൾ നമ്മളുടെ സമ്മേളനം അസർബൈജാനിൽ നടക്കുകയാണ്. അസർബൈജാനിലെ സമ്മേളനത്തെക്കുറിച്ച് നമുക്കറിയാം, പലതരത്തിലുള്ള വാദഗതികൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായെങ്കിലും നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ച ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ തീരുമാനിക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ ഐക്യദാർഢ്യം അസർബൈജാനിലുള്ള മലയാളി സമൂഹത്തിനെ അറിയിക്കാനും ഇന്ത്യൻ സമൂഹത്തിനെ അറിയിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഈ സമ്മേളനം നമ്മൾ മാറ്റുകയാണ്. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ ഓഫീസ് ആയിട്ട് തിരുവനന്തപുരത്ത് ഇത്ര മനോഹരമായ ഒരു ഓഫീസ് നമുക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ ഇന്ത്യ റീജിയന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഈ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ഗ്ലോബൽ ഓഫീസ് നമുക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് തന്നെ അതിന് എത്ര നന്ദി പറഞ്ഞാലും നമ്മുടെ ഗ്ലോബൽ പ്രസിഡന്റിനോട് അതിന് ഇത്രയും പെട്ടെന്ന് ഒരു ഓഫീസ് പെട്ടെന്ന് തന്നെ സജ്ജീകരിക്കുകയും ഇന്ന് ഇത്രയും ആൾക്കാരെ വിളിച്ച് ഈ നല്ല മഴയുള്ള സമയത്ത് തന്നെ ഇത്ര ആൾക്കാർ ഇവിടെ എത്തപ്പെടുകയും ഇത് ഇത്രയും നല്ല രീതിയിൽ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ ഓഫീസ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ വരുന്നെന്ന് കേട്ടപ്പോൾ തന്നെ സത്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ടായി. വളരെ അഭിമാനത്തോടുകൂടി വേൾഡ് മലയാളി കൗൺസിലിന്റെ ഒരു മെമ്പറെന്ന് പറയുന്നതിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന പല സ്ഥലങ്ങളിലും അതിൻ്റെ ഒരു പ്രിവിലേജും അതിൻ്റെ ഒരു സ്നേഹവും ഞാൻ ഇന്നും ആ സന്തോഷത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് വേൾഡ് മലയാളി കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുദിനമാണ്. നമ്മുടെ 27 മുതൽ ബാക്കുവിൽ ആരംഭിക്കുന്ന ഗ്ലോബൽ സമ്മേളനത്തിന് കേളികൊട്ടുയർന്ന ഈ വേളയിൽ നമ്മുടെ ഒരു ഗ്ലോബൽ ഓഫീസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തതിൽ അതിയായി സന്തോഷിക്കും. വേൾഡ് മലയാളി കൗൺസിലിനെ സംബന്ധിച്ച് ഇത് തങ്ക ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു സുദിനമായിട്ട് നാം കണക്കാക്കുകയാണ്. കഴിഞ്ഞ 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ ഒരു ആഗോള സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരുവനന്തപുരത്ത് നാം മുമ്പ് ഒരു ഓഫീസ് തുടർന്നിരുന്നു. അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാലും കുറെ കൂടി വിപുലമായ രീതിയിൽ പുതിയ ഒരു സ്റ്റാഫിനെയും അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഓഫീസ് പുനരാരംഭിക്കുകയാണ്.
ഇതിന്റെ പിന്നിൽ ധാരാളം പേരുടെ ചിന്തകളും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനി മുൻപോട്ടുള്ള കാലങ്ങളാണ് നാം ചിന്തിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തോടു കൂടി അടുക്കും ചിട്ടയോടുകൂടി നമ്മുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നമ്മളെ പ്രോവിൻസുകളെയും ചാപ്റ്ററുകളെയൊക്കെ ഓർത്തിണക്കിക്കൊണ്ട് നല്ല രീതിയിലൊരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ഈ ഓഫീസ് ഉദ്ഘാടനത്തോടൊപ്പം സാധിക്കട്ടെ. ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ്, നല്ലൊരു തുടക്കമാണ്. നമുക്ക് ഒരു ഫിസിക്കൽ അഡ്രസ് നമുക്ക് തിരുവനന്തപുരത്ത്, കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് മലയാളികളുടെ എല്ലാവർക്കും അപ്രോച്ചുള്ള തിരുവനന്തപുരത്ത് ഇന്ന് ഈ ഓഫീസ് തുടങ്ങുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹൃദയം നിറഞ്ഞിരിക്കുമ്പോൾ വാക്കുകൾ വരികയില്ല എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹൃദയം പൂർണ്ണമായും നിറഞ്ഞിരിക്കുകയാണ്. കാരണം ഞാനും വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു ശിശുവാണ്. പക്ഷേ ആ ശിശുത്വത്തിന് ഇത്ര വേഗം വലുതായി വളരുന്നത് ഒരു അത്ഭുതമായി കാണും. തിരുവനന്തപുരത്തിന് മഹാനഗരത്തിലെ ഹൃദയഭാഗത്ത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റിൻ്റെ പ്രത്യേക ഉത്സാഹത്തിൽ നമുക്കിങ്ങനെ ഒരു ഓഫീസ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ലിങ്കാണ്. ഒരു ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിൽ ഹാവ് എ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്. എല്ലാവർക്കും കോൺടാക്ട് ചെയ്യാം, എവിടെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ സാധാരണ നമ്മളെ ബാക്കുവിലെ കോൺഫറൻസിന് വേണ്ടി അത്യധ്വാനം ചെയ്ത് നടക്കുന്ന ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ശശി സാറിനെയാണ് കോൺടാക്ട് ചെയ്യുന്നത് എല്ലാത്തിനും. അത് ശശി സാറിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കുറച്ച് കുറയുമായിരിക്കാം. കാരണം ഇങ്ങനെ ഒരു ഓഫീസ് തിരുവനന്തപുരം സംസ്ഥാന നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വന്നതിൽ തികച്ചും അഭിമാനമാണ്.